The working capital, the working capital. ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സന്ദേശവുമായിട്ട് ഇപ്പോൾ എത്തിയതിന്. ഏപ്രിൽ 26 നമ്മുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ജില്ലയുടെ ഭാവി എല്ലാം തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 26. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു വെച്ചാൽ, കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, രാജ്യത്തെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച പലരിൽ ഒരാളാണ് ഞാൻ. നിർഭാഗ്യവശാൽ ആ പദ്ധതി വളരെ ചുരുങ്ങിയ തോതിലാണ് ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലോട്ട് കിടക്കുന്നത്. 2024 മുതൽ 28 വരെ അതിൻ്റെ 4 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് കേരള സർക്കാരും അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ധാരണ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച എത്രയാവണം എന്ന് കേവലം 4 വർഷത്തിനുള്ളിൽ തീരുമാനിക്കപ്പെടും. ഒരു മഹത്തായ പദ്ധതി, ഒരു ബൃഹത്തായ പദ്ധതി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിട്ടാണ് വിഴിഞ്ഞം കൺസീവ് ചെയ്യപ്പെട്ടതെങ്കിൽ വളരെ ചെറിയ ഒരു പദ്ധതിയായിട്ടാണ് ഇന്ന് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച തരത്തിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഇവിടെ തൊഴിലവസരങ്ങളുണ്ടാവില്ല, ബിസിനസ് അവസരങ്ങളുണ്ടാവില്ല, വ്യാപാര വളർച്ചയുണ്ടാവില്ല. ഈ പ്രദേശം, തിരുവനന്തപുരം ജില്ലയും കേരളവും ഞങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞു നടന്നത് അതുപോലെയൊന്നും ആകാൻ സാധ്യതയില്ല. കാരണം 10 ലക്ഷം കണ്ടെയ്നറാണ് തുടക്കത്തിൽ, ക്രമേണ അത് 30 ലക്ഷം കണ്ടെയ്നറായി വളരും. അതേസമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള പോർട്ടുകൾ എങ്ങനെയാണ് ഒരു പോർട്ടിനെ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് സിംഗപ്പൂർ. തിരുവനന്തപുരം ജില്ലയുടെ അത്ര പോലും ഇല്ലാത്ത ആ പ്രദേശം, ആ സിറ്റി സ്റ്റേറ്റ് 6 കോടി കണ്ടെയ്നറാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. 6 കോടി, നമ്മൾ വെറും 10 ലക്ഷം. അപ്പോൾ ഇത് നമ്മുടെ ഇത്രയും വലിയ ഒരു പ്രതീക്ഷയായി മാറിയ ഒരു പദ്ധതി അടുത്ത 4 വർഷം കൊണ്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഒരു ഇടപെടൽ കൃത്യമായി നടത്തിയില്ലെങ്കിൽ പണി പാളിപ്പോകും. അങ്ങനെ കൃത്യമായ ഇടപെടൽ നടത്താൻ പറ്റിയ ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് തെളിയിച്ച ആളുകൾ മറുവശത്തുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 4 വർഷം വളരെ ക്രിട്ടിക്കലാണ്, വളരെ ക്രൂഷ്യലാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രൂവ് ചെയ്യപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം സ്വന്തം വ്യവസായ സംരംഭം പടുത്തുയർത്തിയ ആളാണ്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ തിരുവനന്തപുരം അദ്ദേഹം ചോദിച്ചു വാങ്ങിയ മണ്ഡലമാണ്. നമ്മുടെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്നാൽ മാത്രമേ നമ്മുടെ പ്രദേശം വിജയിക്കുകയുള്ളൂ, വളരുകയുള്ളൂ. ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് ഇനിയും അതിനെ മാറ്റാൻ പറ്റും. ഡിസൈനിങ്ങിലും ഇൻപുട്ടിലും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ തന്നെ വിഴിഞ്ഞം പദ്ധതിയെ വളർത്തി തിരുവനന്തപുരം ജില്ലയെ തന്നെ ഒരു വലിയ, ഈ ലോകത്തിലെ എണ്ണപ്പെട്ട നഗരങ്ങളിലൊന്നായി, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി തിരുവനന്തപുരത്തെ മാറ്റണം. അതിലൂടെ നമ്മുടെ മക്കൾക്ക് വരുമാനവും ജോലിയും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ അവസരമുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ ഒരു പ്രതീക്ഷയുമില്ല, ഈ നാട്ടിലൊരു പ്രതീക്ഷയുമില്ലാതെ അവർ UK പോകുന്നു, കാനഡയിൽ പോകുന്നു, ന്യൂസിലൻഡിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. നമ്മൾ കേൾക്കാത്ത പല രാജ്യങ്ങളിലും പോകുന്നു. എസ്റ്റോണിയയിലോട്ട് കഴിഞ്ഞ ദിവസം ഒരു പരിചയക്കാരൻ പോകുന്ന വാർത്തയും ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു പ്രതീക്ഷയുമില്ല, ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ 12ാം ക്ലാസ് എങ്ങോട്ട് പോകണം, 11ാം ക്ലാസ് തൊട്ട് എങ്ങോട്ട് പോകണം, ഏത് രാജ്യത്തോട്ട് കുടിയേറണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഒരു കുട്ടപ്പലായനത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, ഒന്നാം തരം ബ്രെയിനുകൾ, നമ്മുടെ ഏറ്റവും നല്ല ബുദ്ധി മറ്റ് രാജ്യങ്ങളുടെ നിക്ഷേപമായി മാറുകയാണ്. നമ്മുടെ രാജ്യം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിലോട്ട് മാറും. ബുദ്ധിയില്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കാൻ ആളില്ല, പ്രവർത്തനം ഉണ്ടാവില്ല, സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ ഒരു മാറ്റമുണ്ടാകും, ഇവിടെയും കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു സാഹചര്യം വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ, പ്രതീക്ഷയോടെ നിൽക്കുകയുള്ളൂ. അത്തരമൊരു പ്രതീക്ഷ കൈവിടാതിരിക്കുവാൻ ഏപ്രിൽ 26 ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കുവാൻ, അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഒരു ടേം തരിക, 5 വർഷം തരിക, തൃപ്തികരമല്ലെങ്കിൽ എടുത്തു കളയുക, അടുത്ത തവണ അദ്ദേഹത്തിന് സീറ്റ് പോലും നമുക്ക് നൽകാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അടുത്തൊരു 5 വർഷത്തിനകം
വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ നഗരത്തിലും ജില്ലയിലും വരുത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് ഒരു അവസരം നൽകണം. ലോകം കണ്ട വ്യക്തിയാണ്, ബിസിനസ് കണ്ട വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് വിഴിഞ്ഞം തുറമുഖത്തെ ഡ്രൈവ് ചെയ്യാനും മുന്നോട്ട് നയിക്കുവാനും ഇന്ന് തിരുവനന്തപുരത്തിന് ആവശ്യം. തിരുവനന്തപുരം അവഗണിക്കപ്പെട്ട തലസ്ഥാനമാണ്. ഇവിടെ ഒരു IIT ഇല്ല, ഇവിടെ ഒരു IIM ഇല്ല, എയിംസ് ഇല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമെന്നുള്ള നിലയ്ക്ക് കിട്ടാൻ ഹൈക്കോടതി ബെഞ്ചില്ല. ഒരു പരിഗണന പോലും ഈ തലസ്ഥാനത്തിന് തരാതെ ഇവിടെ ഭരിച്ചവർ നമ്മളെ ചവിട്ടി താഴ്ത്തി അവഗണിച്ചിട്ടിരിക്കുന്നതിൻ്റെ പ്രതിഷേധം തീർക്കാനുള്ള ദിവസമാണ് ഏപ്രിൽ 26. ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ട് നൽകി ഈ തലസ്ഥാനത്തെയും ഈ ജില്ല രക്ഷപ്പെട്ടാൽ കേരളം മുഴുവൻ രക്ഷപ്പെടും. ജില്ല തകർന്നു പോയാലോ സംസ്ഥാനം മുഴുവൻ തകർന്നു പോകും. അതുപോലും തിരിച്ചറിയാതെയാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥികളെയും ഞാൻ കൊച്ചായി കാണുന്നില്ല. അവർക്കെല്ലാം അവസരം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും അവർ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരാളെ, രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക്, കാഴ്ചപ്പാടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക്, വ്യവസായി എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൻ്റെ ഗുണം ഈ നാടിനുണ്ടാകും. അദ്ദേഹം പരാജയപ്പെട്ടാൽ നമ്മൾ ഓരോരുത്തരുമാണ് പരാജയപ്പെടുന്നത്, തലസ്ഥാന നഗരമാണ് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 26 വിവേചന ബുദ്ധിയോടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ മക്കളെ ഓർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.